ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പോർക്കിറച്ചിയും കൂടെ ആട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പന്നിയിറച്ചി ഇവിടെ സൺഡേ കാഞ്ഞിരത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നിയിറച്ചി കിട്ടാറുണ്ട്. നല്ല ഫ്രഷ് പന്നിയിറച്ചി ആയിട്ട് കിട്ടാറുള്ളത് സൺഡേ, അന്നാണ് അറിവുള്ളത്. ബാക്കിയുള്ള ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നാറില്ല. അപ്പോൾ വിഷ്ണുവായിട്ട് ഒരു ഉച്ച സമയത്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നുറുക്കിയെടുത്തില്ല. നമ്മൾ തൊലിയും കഷ്ണവും എല്ലൊക്കെ കൂടിയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇങ്ങനെക്ക് ഇതിട്ട് തൊലി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നോക്കി മാത്രം പെറുക്കി തിന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് മസാല തിരുമ്മി വെച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഉച്ചയ്ക്ക് വിഷ്ണുവേട്ടൻ ചക്ക പോയിട്ടിട്ട് വന്നായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം നമുക്ക് ചക്കപ്പുഴുക്കും പോർക്കിറച്ചി വരട്ടിയതും ആക്കാം സൺഡേ സ്പെഷ്യൽ എന്ന് കരുതി. അപ്പോൾ വേഗം ചക്കയുമ്പോൾ പണിയെടുക്കാൻ നിന്നു കേട്ടോ. ഈ ചക്കയുമ്മ പഴുത്ത ചക്ക മുറിക്കണം അത്ര സുഖം തോന്നാറില്ല. ഈ പച്ചച്ചക്ക മുറിക്കുമ്പോൾ കുറച്ച് മെനക്കെട്ട പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചക്ക ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ തിന്നി. പച്ചച്ചോള തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ വേഗം പോയിട്ട് പോർക്കിറച്ചി വെക്കാൻ നിന്നു കേട്ടോ. കുക്കറിലാണ് വെക്കുന്നത്, വിസിലടിക്കൊന്നും ചെയ്യുന്നില്ല. ഒരു തവണ വിസിലടിച്ചപ്പോൾ നല്ലൊന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഒന്ന് കുക്കറിൽ വെറുതെ മൂടി വെച്ച് വേവിച്ചിട്ട് എടുക്കാമെന്നാണ് കരുതിയത്. അതിന് വേണ്ടി ചെറിയുള്ളിയും സബോളയും കൂടെ എടുത്തിട്ടുള്ളൂ. ചെറുള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ഈ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് കടിക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് വലുപ്പത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേർക്കാറുള്ളത്. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ പോർക്കിറച്ചിയിൽ ചേർക്കാറില്ല, ഒരുമാതിരി പുളിയായിട്ട് തോന്നും. പിന്നെ നമ്മുടെ മസാല തേച്ച പോർക്കിറച്ചിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പന്നിയിറച്ചിക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടായതുകൊണ്ട് മൊത്തം ഒപ്പം നിൽക്കുന്ന രീതിക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പില, പച്ചമുളക് അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്ത് വന്ന ചക്കയിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ അവസാനം വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഊരിയിട്ടപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിനും നേരെ 6-6:30 ആയപ്പോൾ വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വിളക്ക് വെക്കാൻ നന്നായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ അപ്പോഴേക്ക് വീട്ടിൽ പോയിട്ട് കുഞ്ഞാറ്റേനെയും പൂമ്പാറ്റേനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കാണെങ്കിൽ സൈക്കിൾ കണ്ട പൊലിവിൽ നടക്കുകയായിരുന്നു. കാരണം സൈക്കിൾ വാങ്ങിയിട്ട് ആദ്യമായിട്ടാട്ടോ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞാറ്റ കയറുമ്പോൾ പൂമ്പാറ്റയ്ക്ക് കയറണം, പൂമ്പാറ്റ കയറുമ്പോൾ കുഞ്ഞാറ്റ കയറണം. കിങ്ങിന് ഇതൊക്കെ നോക്കി നിൽക്കരുത്, കാരണം കിങ്ങിനിക്ക് വാങ്ങിയതിൻ്റെ പൊലിവൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പന്നിയിറച്ചിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെറിയുള്ളി അതേപോലെ കറിവേപ്പിലയും കൂടെ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തും. പിന്നെ കുട്ടികൾക്ക് പുഴുക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് പന്നിയിറച്ചി മാത്രമായിട്ടോ കൊടുത്ത്. കിങ്ങിന് ഈ തൊലിയാട്ടോ പെറുക്കി നോക്കി തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ.